നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കയ്പമംഗലത്ത് 3 പീടിക സ്വദേശിയിൽ നിന്നും 46 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ അബ്ദുൾ അയൂബ്, ഷിനാജ് അസ്ലം, തിരുവനന്തപുരം അനാട് സ്വദേശി ഷഫീർ എന്നിവരാണ് പിടിയിലായത്. പ്ലെക്സ് സിനിമ റിവ്യൂ എന്ന പേരിലുള്ള ഓൺലൈൻ ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. ആപ്പ് വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകിയാൽ വൻ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. കയ്പമംഗലം സ്വദേശിക്ക് ആദ്യം പ്രതിഫലം കിട്ടിയെങ്കിലും പിന്നീട് നിക്ഷേപം നടത്തിയാൽ കൂടുതൽ തുക നേടാം എന്ന ഓഫർ ലഭിച്ചതോടെയാണ് പരാതിക്കാരൻ പല തവണയായി 46 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. എന്നാൽ പണം തിരികെ ലഭിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. വിവിധ അക്കൗണ്ടുകളിലൂടെയാണ് പ്രതികൾ പണം നിക്ഷേപിച്ചിരുന്നത്. ഇതിൽ പലതും പോലീസ് കണ്ടെത്തി മരവിപ്പിച്ചിട്ടുണ്ട്. കയ്പമംഗലം CI ഷാജഹാൻ, SI സൂരജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച 4 കൗമാരക്കാർ വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിൽ. ഇവർ മോഷ്ടിച്ച 4 ഇരുചക്ര വാഹനങ്ങൾ വാടാനപ്പള്ളി പോലീസും 2 വാഹനങ്ങൾ അന്തിക്കാട് പോലീസും കസ്റ്റഡിയിലെടുത്തു. വാടാനപ്പള്ളി ബീച്ചിൽ നിന്നും തൃത്തല്ലൂരിലേക്ക് പോകുന്ന വഴി ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു മോഷണങ്ങളും തെളിഞ്ഞത്. താക്കോൽ വാഹനത്തിൽ തന്നെ വെച്ച് ഉടമസ്ഥർ പോകുമ്പോഴായിരുന്നു മോഷണങ്ങളെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച വാഹനങ്ങൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് സ്റ്റിക്കറുകൾ ഒട്ടിച്ചും മോഷ്ടാക്കൾ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. താന്യത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനമോടിച്ച സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വാടാനപ്പള്ളി സ്റ്റേഷൻ പരിധിയിലെ 2ഉം തൃശൂർ ഈസ്റ്റ്, പാവാറട്ടി, വലപ്പാട്, ചേർപ്പ് സ്റ്റേഷൻ പരിധികളിലെ ഓരോ മോഷണവുമാണ് ഇതോടെ തെളിഞ്ഞത്. കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ ഇവർ കവർന്നിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് പോലീസ്. വാടാനപ്പള്ളി SHO BS ബിനു, SIമാരായ KG സജിൽ, ഷാഫി യൂസഫ്, സദാശിവൻ, റഫീഖ്, സീനിയർ CPO അരുൺ, CPOമാരായ പ്രദീപ് കുമാർ, വിനീത്, അക്ഷയ് എന്നിവരാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം. ചേറ്റുവ പാലത്തിൽ പല ഭാഗങ്ങളിലും വലിയ കുഴികളായി കിടക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ഇരുമ്പ് കമ്പികൾ പുറത്തായ നിലയിലാണ്. പാലത്തിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് അവഗണനയിൽ കിടക്കുന്നത്. പാലത്തിലെ കുഴികളും ഇരുട്ടും കാരണം അപകടത്തിൽപ്പെടുന്നത് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ്. വൈദ്യുതി വിളക്കുകൾ കത്തിയിട്ട് മാസങ്ങളായി. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നുമുണ്ട്. അടിയന്തരമായി പാലത്തിലെ കുഴികൾ അടച്ച് വാഹനയാത്രക്കാരെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നും പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട നടപടി ഉടനെ സ്വീകരിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന തുടർന്നാൽ പാലത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വാടാനപ്പള്ളി ബീച്ചിലെ ഫസൽ നഗറിൽ കടൽക്ഷോഭം. ബുധനാഴ്ച ഉച്ചയോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത്. കടലോരത്തെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി. റോഡ്, മതിൽക്കെട്ട്, കുടിവെള്ള പൈപ്പ് ലൈൻ എന്നിവ തകർന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ, വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത്, സെക്രട്ടറി തോമസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വയനാട് ദുരിതബാധിതർക്ക് AIYF നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച 30,000 രൂപ മേഖലാ സെക്രട്ടറി AB ബിജീഷ്, മണ്ഡലം സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിലിന് കൈമാറി. AIYF മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സജീഷ് വാലപ്പറമ്പിൽ, CPI മണ്ഡലം കമ്മിറ്റി മെമ്പർ അഷറഫ് വലിയകത്ത്, LC അംഗം ജുബുമോൻ, രേവതി ചന്ദ്രൻ, അശ്വതി ചന്ദ്രൻ, ദിനേശ് എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.